അത് മാത്രമല്ല എൻ്റെ സമയം വേണമല്ലോ. ഇപ്പം സംഗമം നടന്നു, ആഗോള സംഗമം നടന്നു. ഗവൺമെന്റിന് ധാരാളം പരിപാടികൾ ഇപ്പം ആവിഷ്കരിക്കുന്നുണ്ട്. അതായത് അയ്യപ്പ ജ്യോതി, ശബരിമല സായുജ്യം, ഇങ്ങനെ ഞങ്ങൾ പേരുകൾ ഇട്ടു. ആ പേരുകൾ വെച്ചുകൊണ്ട് എന്ത് പരിപാടി നടത്തണമെന്ന് നമ്മൾ തീരുമാനിക്കാൻ പോകുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇതെല്ലാം നടക്കും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അച്ചട്ടായിട്ട് ഇത്തരം കാര്യങ്ങൾ നടന്നോളും. അപ്പൊ ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ രംഗത്ത് വന്നോളാം. അത് മാത്രമല്ല, ഈ ശബരിമല കെട്ടുനിറയ്ക്ക് സൗജന്യ കിറ്റ് നൽകാൻ സർക്കാർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഈ ബ്രാഞ്ച് തലത്തിൽ കെട്ടുനിറ പരിശീലിപ്പിക്കാനുള്ള ചില ക്ലാസുകൾ അത് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും നടപ്പാക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ സംസ്ഥാനതല ഉദ്ഘാടനമൊക്കെ വരുമ്പോഴേ നമ്മുടെ രംഗത്തിറങ്ങിക്കോളാം. ഈ സംഗമം പറഞ്ഞില്ലേ, ഒരു ബ്രീത്തിങ് സ്പേസിന് വേണ്ടി ഒന്ന് മാറി നിന്നേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ സമസ്യ എന്നൊക്കെ പറയലേ, അതുപോലെ ഒരു ദുരൂഹ സമസ്യ. ഇതുവരെ ശബരിമല കാര്യത്തിന് സർക്കാരിനെതിരായ വളരെ കടുത്ത ശക്തമായ നിലപാടെടുത്തിരുന്ന NSS ഇത്ര പെട്ടെന്ന് നിലപാട് മാറ്റാൻ എന്താ കാര്യം? നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടും നമ്മുടെ അറിവില്, അല്ലെങ്കിൽ നാട്ടുകാരുടെ സമൂഹത്തിന്റെ അറിവില് അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടായതായിട്ട് അറിവില്ല.